നമസ്കാരം. കേരള ട്രഷറി കോഡുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ ക്ലാസ്സിൽ പങ്കുവയ്ക്കുന്നത്. സർവീസ് ട്രാക്കിലേക്ക് സ്വാഗതം. ക്വസ്റ്റ്യൻ നമ്പർ 1. All adjustments against the balance of the state by debit or credit to another government shall be made through KTC rule 29(3) പ്രകാരം മറ്റൊരു ഗവൺമെൻറ്റുമായുള്ള ഡെബിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് വഴി സംസ്ഥാനത്തിൻ്റെ ബാലൻസിനുണ്ടാകുന്ന എല്ലാ ക്രമീകരണങ്ങളും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സെൻട്രൽ അക്കൗണ്ട് സെക്ഷൻ വഴി നടത്തണം. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി, സെൻട്രൽ അക്കൗണ്ട് സെക്ഷൻ ഓഫ് ദി RBI. ക്വസ്റ്റ്യൻ നമ്പർ 2. The district treasury officer shall verify the cash balance in the banking sub-treasuries in his district once in KTC റൂൾ 61 പ്രകാരം ജില്ലാ ട്രഷറി ഓഫീസർ ജില്ലയിലെ ബാങ്കിംഗ് സബ് ട്രഷറീസിൻ്റെ ക്യാഷ് ബാലൻസ്, ഇംപ്രസ്റ്റ് ബാലൻസും അനാമത്ത് ബാലൻസും ഉൾപ്പെടെ 3 മാസത്തിലൊരിക്കൽ വെരിഫൈ ചെയ്യണം. അതുപോലെ നോൺ ബാങ്കിംഗ് ട്രഷറിയുടെ കാര്യത്തിൽ മാസത്തിലൊരിക്കൽ ക്യാഷ് ബാലൻസ് വെരിഫൈ ചെയ്യണം. ഇംപ്രസ്റ്റ് ദൈനംദിന ചെലവുകൾക്ക് അനുവദിക്കുന്ന അഡ്വാൻസ് ആണ് ഇംപ്രസ്റ്റ്. പെർമനന്റ് അഡ്വാൻസ് അപ്രതീക്ഷിത ഇൻസിഡന്റൽ എക്സ്പെൻഡിച്ചറിന് അനുവദിക്കുന്ന അഡ്വാൻസ് ആണ് പെർമനന്റ് അഡ്വാൻസ്. അനാമത്ത് പൊതു നിയമം അനുസരിച്ച് ഗവൺമെന്റ് അക്കൗണ്ടിൽ അടച്ചതും ട്രഷറി ബാലൻസിൽ ഉൾപ്പെട്ടതുമായ പണം മാത്രമേ സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കാവൂ. എന്നാൽ അനാമത്തുകൾക്ക് ഈ നിയമം ബാധകമല്ല. ട്രഷറി ഇടപാടുകൾ നടത്താത്ത സമയത്ത് നടത്തുന്ന വില്ലേജ് റെമിറ്റൻസ്, കറൻസി ചെസ്റ്റിലെ റെമിറ്റൻസ്, മറ്റൊരു ഓഫീസർ സേഫ് കസ്റ്റഡിക്ക് വേണ്ടി കാഷ് ചെസ്റ്റിൽ ഡിപ്പോസിറ്റ് ചെയ്ത പണം, പെർമനന്റ് അഡ്വാൻസ്, ഇംപ്രസ്റ്റ് ഇവയുടെ ബാലൻസുകൾ എന്നിവ ഉൾപ്പെട്ടതാണ് അനാമത്ത്. Here the correct answer is option A, 3 months. Question number 3. Rules regarding treasury saving banks are codified in treasury saving bank റൂളുകൾ അപ്പൻഡിക്സ് 3 KTC വോളിയം 2 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സമ്പാദ്യശീലം വളർത്തുകയാണ് സേവിംഗ് ബാങ്കിൻ്റെ ഉദ്ദേശം. ട്രഷറി സേവിംഗ് ബാങ്ക് റൂളുകൾ നിലവിൽ വന്നത് 1/2/73 ഹിയർ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, അപ്പൻഡിക്സ് 3 ഓഫ് KTC വോളിയം 2. ക്വസ്റ്റ്യൻ നമ്പർ 4. ദ ഫോം ഓഫ് LPC ഈസ് പ്രിസ്ക്രൈബ്ഡ് ബൈ ഹൂം? കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയാണ് LPC പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. LPC ഫോം KTC വോളിയം 2 അപ്പൻഡിക്സ് 12 ബന്ധപ്പെട്ട റൂൾ KTC വോളിയം 1 റൂൾ 182 ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ഓഫീസർക്ക് സ്ഥലമാറ്റം ലഭിച്ചാലോ സർവീസിൽ നിന്ന് വിരമിച്ചാലോ നിർദ്ദിഷ്ട ഫോമിൽ LPC ഹാജരാക്കണം. നോൺ ഗസറ്റഡ് ഓഫീസേഴ്സിന് ഹെഡ് ഓഫ് ദ ഓഫീസും ഗസറ്റഡ് ഓഫീസേഴ്സിന് ട്രഷറി ഓഫീസറുമാണ് LPC ഇഷ്യൂ ചെയ്യുന്നത്. Here the correct answer is option D, the C and AG of India. Question number 5. In urgency, a collector may, by an order in writing, authorize and require a treasury officer to make a payment without authorization from the accountant general. This provision is laid down in which rule? KTC rule 23 പ്രകാരം കളക്ടർക്ക് അർജന്റ് സിറ്റുവേഷനിൽ പേയ്മെന്റ് നടത്താൻ ട്രഷറി ഓഫീസറോട് റിട്ടേൺ ഓർഡറിൽ കൂടി ആവശ്യപ്പെടുകയും അധികാരപ്പെടുത്തുകയും ചെയ്യാം. ഈ അധികാരം വെള്ളപ്പൊക്കം, ഭൂകമ്പം അതുപോലെയുള്ള അർജന്റ് സാഹചര്യത്തിലെ ഉപയോഗിക്കാവൂ. ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ വ്യക്തിപരമായ ക്ലെയിമുകൾക്ക് വേണ്ടി ഈ റൂൾ ഉപയോഗിക്കാൻ പാടില്ല. ബന്ധപ്പെട്ട സാഹചര്യത്തെപ്പറ്റി ഒരു സ്റ്റേറ്റ്മെന്റ് കളക്ടർ ഉടനെ ഫോർവേഡ് ചെയ്യുകയും പേയ്മെന്റിനെ പറ്റി ഉടൻ തന്നെ ട്രഷറി ഓഫീസർ
AGക്ക് റിപ്പോർട്ട് ചെയ്യുകയും വേണം. Here the correct answer is option D, Rule 23 of KTC Volume 1. Question number 6. Maximum normal cash balance of a treasury for each district is fixed by. ഓരോ വർഷവും ജനുവരിയിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് അടുത്ത സാമ്പത്തിക വർഷത്തേക്ക് ജില്ലാ ട്രഷറിയുടെ മാക്സിമം നോർമൽ ക്യാഷ് ബാലൻസ് ഫിക്സ് ചെയ്യുന്നത്. ആവശ്യമെങ്കിൽ ഹെവി ട്രാൻസാക്ഷൻ നടക്കുന്ന മാസങ്ങൾക്ക് വേണ്ടി മാക്സിമം നോർമൽ ബാലൻസ് ഉയർത്തി ഫിക്സ് ചെയ്യാവുന്നതാണ്. ഫിക്സ് ചെയ്ത മാക്സിമം നോർമൽ ബാലൻസിനെ പറ്റി ബന്ധപ്പെട്ട ട്രഷറി ഓഫീസറെ അറിയിക്കണം. ട്രഷറി ഓഫീസർ ജില്ലയുടെ ട്രഷറികളിൽ ഫിക്സ് ചെയ്ത മാക്സിമം നോർമൽ ക്യാഷ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുകയും വേണം. ഹിയർ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി, the state government. Question number 7. Periodicity of the district treasury inspection by Director of Treasuries. KTC റൂൾ 39 പ്രകാരം വർഷത്തിലൊരു പ്രാവശ്യം ഡയറക്ടർ ജില്ലാ ട്രഷറി ഇൻസ്പെക്ട് ചെയ്തിരിക്കണം. ഹിയർ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി, അറ്റ്ലീസ്റ്റ് 1 in a year. Question number 8. Form TR5 is used for. KTC റൂൾ 90A പ്രകാരം ഗവൺമെൻറ് സെർവൻ്റ് ഗവൺമെൻറ്റിന് വേണ്ടി സ്വീകരിക്കുന്ന മണി ഓർഡർ ഉൾപ്പെടെയുള്ള പണത്തിന് TR5 റെസിപ്റ്റ് കൊടുക്കേണ്ടതാണ്. ഇത് പണം സ്വീകരിച്ചതിൻ്റെ അക്നോളജ്മെൻ്റാണ്. Here the answer is option C, acknowledgements for receipt of money. Question number 9. Reserve Bank of India shall not entertain demand for a refund of. Here the answer is option B, stolen note. Question number 10. The treasuries in the state of Kerala are under the administrative control of. 1/8/63 ട്രഷറി ഡിപ്പാർട്ട്മെൻറ്റ് ട്രഷറി ഡയറക്ടറുടെ അണ്ടറിൽ ഫോം ചെയ്യുന്നത്. അതിനു മുമ്പ് ട്രഷറീസ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിരുന്നു. ഹിയർ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി, ദ ഡയറക്ടർ ഓഫ് ട്രഷറീസ്. ക്വസ്റ്റ്യൻ നമ്പർ 11. ഓൾ മണി ട്രാൻസാക്ഷൻസ് ഇൻ ഗവൺമെൻറ് ഓഫീസ് ഷുഡ് ബി എൻറ്റേർഡ് ഇൻ ദ ക്യാഷ് ബുക്ക് ഇൻ ഫോം. KTC റൂൾ 92 പ്രകാരം ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് TR7A ഫോമിലാണ്. ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്താൽ പേജുകൾക്ക് ക്രമമായി നമ്പർ കൊടുക്കുകയും ടോട്ടൽ പേജ് കൗണ്ട് ചെയ്ത് ഫസ്റ്റ് പേജിൽ ഒരു സർട്ടിഫിക്കറ്റ് ഹെഡ് ഓഫ് ദി ഓഫീസ് രേഖപ്പെടുത്തുകയും വേണം. എല്ലാ മോണിറ്ററി ട്രാൻസാക്ഷനും ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തേണ്ടതാണ്. ഹിയർ ദ ആൻസർ ഈസ് option A, TR7A. Question number 12. Treasury saving bank accounts in which no transactions has been taken place for dash years are treated as unoperated. 5 വർഷമോ അതിൽ കൂടുതലോ ഇടപാടുകൾ നടത്താത്ത അക്കൗണ്ട് അൺഓപ്പറേറ്റഡ് അക്കൗണ്ടായി കണക്കാക്കുകയും ബാലൻസ് റവന്യൂ ഡിപ്പോസിറ്റിലേക്ക് മാറ്റുകയും ചെയ്യുന്നതാണ്. Here the answer is option B, 5 years. Question number 13. Appropriation control is made applicable to all departments under government and to all heads of accounts except 15 സെലക്ടഡ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ 1/4/74 മുതൽ അപ്രോപ്രിയേഷൻ കൺട്രോൾ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇത് ലക്ഷ്യം വയ്ക്കുന്നത് എക്സ്പെൻഡിച്ചർ കൺട്രോളാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ അപ്രോപ്രിയേഷൻ കൺട്രോൾ അല്ല. ട്രഷറികളിൽ നിന്നും കൂടുതലായി അപ്രോപ്രിയേഷൻ ഡ്രോ ചെയ്യുന്നത് തടയുന്നു. സാലറിയും വേജസും പെൻഷനും അപ്രോപ്രിയേഷൻ കൺട്രോളിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഹിയർ ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ഓൾ. ക്വസ്റ്റ്യൻ നമ്പർ 40. Pension payment order is issued by.
Pension payment order will be issued by the Accountant General. It will be issued in two halves. One half for the pensioner and the other half for the dispenser. The dispenser's half will be kept in the treasury. Here the correct answer is option C, the Accountant General. Question number 15. The validity period of a treasury check is: treasury check should be presented at the treasury within 3 months from the date of issue. Here the answer is option A, 3 months. Question number 16. The drawing officer shall cancel any checks which has remained unpaid for 12 months from the date of issue as per KTC rule 251 പ്രകാരം ഇഷ്യൂ ഡേറ്റ് മുതൽ 12 മാസം വരെ പേയ്മെൻറ്റ് നടത്താത്ത ചെക്ക് ഡ്രോയിങ് ഓഫീസർക്ക് ക്യാൻസൽ ചെയ്യാവുന്നതാണ്. ആ വിവരം കൗണ്ടർ ഫയലിൽ രേഖപ്പെടുത്തണം. ചെക്ക് കൈവശമില്ലെങ്കിൽ, പേയ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ വിവരം ട്രഷറി ഓഫീസറെ അറിയിക്കണം. ട്രഷറി ഓഫീസർ പേയ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്യുന്നതാണ്. Here the answer is option B, rule 251 KTC volume 1. Question number 17. Which is the rule authorizing a treasury officer to return a bill bearing an eraser requiring to present a fresh fund? KTC rule 210(2)(c) പ്രകാരം ഇറേസ് ചെയ്ത ബില്ല് ട്രഷറി ഓഫീസർ സ്വീകരിക്കത്തില്ല. പുതിയ ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്യാൻ ആവശ്യപ്പെടും. പതിവായി ഇറേസ് ചെയ്ത ഡോക്യുമെൻ്റ് പ്രസൻറ്റ് ചെയ്താൽ ആ വസ്തുത ഹെഡ് ഓഫ് ദ ഓഫീസിനെ അറിയിക്കുന്നതാണ്. ഹിയർ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, റൂൾ 210(2)(c) KTC volume 1. Question number 18. Who issues LPC in the case of non-gazetted officers? LPC of non-gazetted officers shall be issued by the head of the office. LPC of gazetted officers shall be issued by the treasury officer. Here the correct answer is option C, head of the office. Question number 19. If the pensioner appears after 3 years, the payment order can be renewed by 3 വർഷത്തിൽ കൂടുതൽ കാലം പെൻഷൻ വാങ്ങിയിട്ടില്ലെങ്കിൽ പെൻഷൻ കൊടുക്കുന്നത് നിർത്തിവെക്കുന്നു. 3 വർഷത്തിനു ശേഷം പെൻഷനർ പ്രത്യക്ഷപ്പെട്ടാൽ ഡിസ്പേഴ്സിംഗ് ഓഫീസർ PPO റീക്ലെയിം ചെയ്ത് പേയ്മെൻറ്റ് റിന്യൂ ചെയ്യുന്നു. എന്നാൽ ഓഡിറ്റ് ഓഫീസറുടെ ഉത്തരവില്ലാതെ അരിയർ ഡ്രോ ചെയ്യാൻ കഴിയുകയില്ല. പെൻഷൻ അരിയർ ആദ്യമായിട്ടാണ് വാങ്ങുന്നതെങ്കിലോ പെൻഷൻ അരിയർ 75,000 രൂപയിൽ കൂടുതലായാലോ സർക്കാരിൻ്റെ സാങ്ഷൻ ഇല്ലാതെ ഡ്രോ ചെയ്യാൻ കഴിയുകയില്ല. ഹിയർ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, the disbursing officer. Question number 20. Bank treasury as per the account code means: bank treasury means the treasury which conducts their cash business by the bank. So the correct answer is option C, the treasury, the cash business of which is conducted by the bank. ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി, നമസ്കാരം.